തലയോലപ്പറമ്പ് പാലാങ്കടവിൽ കാണുന്ന ഈ ഒരു വിളക്കുമരത്തിന് 2 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്. 1800കളുടെ തുടക്കത്തിൽ വേലുത്തമ്പിതളവ സ്ഥാപിച്ച ഒരു വിളക്കുമരമാണിത്. ഇതിനെ നാട്ടുകാരിപ്പോൾ സൗഹൃദ വിളക്കുമരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1800കളിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ദിവാനായിരുന്ന വേലുത്തമ്പിതളവ ആരംഭിച്ച 3 ചന്തകളിലൊന്നാണ് തലയോലപ്പറമ്പ് ചന്ത. ആലങ്ങാടും ചങ്ങനാശ്ശേരിയുമാണ് മറ്റു 2 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ കോട്ടയം വൈക്കം റൂട്ടിലാണ് തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം കരമാർഗവും ജലമാർഗവും എത്തിച്ചേരാവുന്ന സ്ഥലം എന്ന നിലയ്ക്കും ഇടനാടും തീരപ്രദേശവും കൂടിച്ചേരുന്ന സ്ഥലം എന്ന നിലയ്ക്കും ഈ 3 സ്ഥലങ്ങൾക്കും പ്രത്യേകതകളുണ്ടായിരുന്നു. ചന്ത സ്ഥാപിച്ചതോടെ കച്ചവടക്കാരായി കുറേ ക്രിസ്ത്യൻ കുടുംബങ്ങളെ ആലപ്പുഴ കടുത്തുരുത്തി പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നതായും അതിന് മുൻകൈ എടുത്തത് രാജാവ് തന്നെ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. അന്ന് പാലാങ്കടവിലേക്ക് ചരക്കുമായി വള്ളങ്ങളിൽ വരുന്നവർക്ക് ദിശ കാട്ടിയിരുന്നത് ഈ ഒരു വിളക്കുമരമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം കൂടിയാണ് തലയോലപ്പറമ്പ്. അദ്ദേഹം എഴുതിയ പാത്തുമ്മയുടെ ആട്, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ തുടങ്ങിയ പല കഥകൾക്കും പശ്ചാത്തലമായിരുന്നത് ഈ തലയോലപ്പറമ്പും പാലാങ്കടവുമൊക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരക മന്ദിരവും ഇവിടെ അടുത്ത് തന്നെയാണ്. നിലവിൽ അക്കരയ്ക്ക് പാലം വന്നതോടുകൂടി ഈ ഒരു കടവ് അപ്രസക്തമാവുകയും ചെയ്തു. ഈ ഭാഗം ഇപ്പോൾ 5 മണിക്കാറ്റ് എന്ന പേരിൽ പുഴയോര വിശ്രമകേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്.